ഹായ്, ഞാൻ സുബിൻ വി ആർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് GST നമ്പറിനെ കുറിച്ചാണ്. എന്താണ് നിങ്ങളുടെ GST നമ്പർ? എങ്ങനെയാണ് GST നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ GST നമ്പർ വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും? അതിനു മുമ്പ് നിങ്ങൾ എപ്പോഴാണ് ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ 20 ലക്ഷം രൂപ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപ ടേൺ ഓവർ നിങ്ങൾ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പാൻ നിർബന്ധമാണ്. പാൻ ബേസ്ഡ് ആണ് GST നമ്പർ. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ GST നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന GSTN പോർട്ടലാണ് GST നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. 15 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആൽഫ ന്യൂമറിക് കോമ്പിനേഷനാണ് നിങ്ങളുടെ GST നമ്പർ. അതിൽ ആദ്യത്തേത് 2 ഡിജിറ്റ്സ് ആയിരിക്കും. ഈ 2 ഡിജിറ്റ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. ആ സ്റ്റേറ്റിൻ്റെ കോഡിനെയാണ് ആ ഡിജിറ്റ്സ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ GST നമ്പർ തുടങ്ങുന്നത് 32 എന്നുള്ള ഡിജിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലാണ് GST നമ്പർ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ കോഡാണ് 32 എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കോഡിന് ശേഷം പിന്നെ വരുന്ന 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ നമ്പർ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊപ്രൈറ്ററി ബിസിനസ്സിൻ്റെ GST രജിസ്ട്രേഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പാൻ നമ്പർ തന്നെയായിരിക്കും സ്റ്റേറ്റ് കോഡിന് ശേഷം വരുന്ന 10 ക്യാരക്ടേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെയോ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയോ GST രജിസ്ട്രേഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ കമ്പനിയുടെയോ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയോ പാൻ നമ്പർ ആയിരിക്കും. നിങ്ങളുടെ പാൻ നമ്പറിനുള്ളിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പാൻ നമ്പർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ 10+2 12 ക്യാരക്ടേഴ്സ് എന്താണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 13ാമത്തെ ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആയിരിക്കും. പലപ്പോഴും അത് 1 എന്നായിരിക്കും. നിങ്ങളുടെ ഒരു സ്റ്റേറ്റിലെ എത്രാമത്തെ GST രജിസ്ട്രേഷൻ ആണ് എന്നാണ് ഈ ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അവിടെ 1 എന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ GST രജിസ്ട്രേഷൻ ആണ് നിങ്ങളുടെ. അവിടെ 2 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ 2 GST രജിസ്ട്രേഷനുകളുണ്ട്. 3 എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ 3 രജിസ്ട്രേഷനുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ 9 രജിസ്ട്രേഷൻ വരെ എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് 14ാമത്തെ ക്യാരക്ടർ. 14ാമത്തെ ക്യാരക്ടർ Z എന്നുള്ള ആൽഫബറ്റ് ആണ്. അതെപ്പോഴും Z എന്നുള്ള ആൽഫബറ്റ് തന്നെയായിരിക്കും. ഇനി എന്താണ് 15ാമത്തെ ക്യാരക്ടർ? 15ാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള 14 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ചെക്ക് ഡിജിറ്റാണ് 15ാമത്തെ ക്യാരക്ടർ. ഹാഷ് ടോട്ടൽ എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ GST നെറ്റ്വർക്ക് GSTN ജനറേറ്റ് ചെയ്യുന്നത് ഈ 15ാമത്തെ ചെക്ക് ഡിജിറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് കോഡ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രാമത്തെ രജിസ്ട്രേഷനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. Z എന്നുള്ള ആൽഫബറ്റ് ആയിരിക്കും 14ാമത്തത്. അപ്പോൾ അവസാനത്തെ ഒരൊറ്റ ചെക്ക് ഡിജിറ്റ്, അത് ആൽഫബറ്റോ അല്ലെങ്കിൽ ന്യൂമറിക്കോ ആവാം, ആ ചെക്ക് ഡിജിറ്റ് മാത്രമാണ് GSTN ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ GST നമ്പർ ഓർത്തു വയ്ക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.